നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി ഷോൺ ജോർജ്. 2008 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആരോപണം. മോഹൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് എന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. വർഷങ്ങളായി ഈ ആദായ നികുതി വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് എന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം ലഭിച്ചത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്ന നിലയ്ക്കാണ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി. മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ് ആർ മോഹൻ. മോഹൻ സ്റ്റാഫിൽ എത്തിയതോടെയാണ് നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചത് എന്നും തികച്ചും അവിചാരിതമായാണ് ആർ മോഹന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത് എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ പേരുൾപ്പെടുന്ന ലിസ്റ്റുമായിട്ടായിരുന്നു ഷോണിന്റെ വാർത്താ സമ്മേളനം. ലാവ്ലിൻ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിന്റെ രേഖയും ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയിലെ 4ാം പേരുകാരനായ ആർ മോഹൻ വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ ആർ മോഹനൻ തന്നെയാണ് എന്നാണ് ഷോണിന്റെ ആരോപണം. ആദായ നികുതി വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് മോഹൻ. സ്വർണ്ണക്കടത്തിൽ കുടുങ്ങിയ എൻ ശിവശങ്കറാണ് മോഹനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് എന്ന് അന്ന് ആരോപണമുയർന്നിരുന്നു. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതി മെയ് 1 വാദം കേൾക്കും. ഇതിനിടെയാണ് പുത്തൻ ആരോപണവുമായി ഷോൺ ജോർജ് കളം നിറഞ്ഞത്. എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുയർത്തുന്നതും ഷോൺ ജോർജ് തന്നെയാണ്. മകളുടെ കമ്പനി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയത് എന്ന വാദം തെറ്റാണ് എന്ന് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തുവിട്ടുകൊണ്ടുള്ള ആരോപണം ഷോൺ നടത്തി. വീണ വിജയൻ കമ്പനിയിലേക്ക് 78 ലക്ഷം രൂപ വായ്പയായി നൽകിയെന്നാണ് രേഖയിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ആർ മോഹനെയും പ്രതിക്കൂട്ടിൽ നിർത്തുക. മകളുടെ കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമാണ് എന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് തന്നെയാണ് ഷോൺ ആയുധമാക്കുന്നത്. ബാലൻസ് ഷീറ്റ് പ്രകാരം 1 ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന്റെ മൂലധനം. എന്നാൽ 78 ലക്ഷം രൂപ കമ്പനി ഡയറക്ടർ വീണ വിജയനിൽ നിന്നുള്ള ദീർഘകാല വായ്പയാണ് എന്നും ബാലൻസ് ഷീറ്റിലുണ്ട്. ഈ തുക സംബന്ധിച്ച അന്വേഷണം വേണം എന്നാണ് ഷോണിന്റെ ആവശ്യം. സ്കൂൾ അധ്യാപികയായി വിരമിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയന് ലഭിച്ച പെൻഷൻ തുക സംബന്ധിച്ചും വ്യക്തത വരുത്തണം. സഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് രേഖകൾ വിളിച്ചു വരുത്താമെന്നും പ്രതിപക്ഷം ഇതിനായി സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം. കരിമണൽ കമ്പനിയായ CMRL-ഉം എക്സാലോജിക്കുമായുള്ള ഇടപാടിലെ പരാതിക്കാരനാണ് ഷോൺ ജോർജ്.